മരിക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിയുന്നൊരു മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനയും തിരുവത്താഴവും നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ചുറ്റുമുള്ള 90% മരണങ്ങളും അവിചാരിത മരണങ്ങളാണ് നമുക്കറിയാം. പക്ഷെ ചില മനുഷ്യർക്കെങ്കിലും നാളെ അല്ലെ നാളെ കഴിഞ്ഞ് അല്ലെ ഇന്ന ദിവസം മരണമുണ്ടെന്ന് തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മനുഷ്യരുള്ളിൽ അനുഭവിക്കുന്ന ഒരു വേദനയും അവർ ജീവിച്ച് തീർക്കുന്ന ഒരു ജീവിതയാത്രയുണ്ട്. അത് ഭയങ്കര കഠിനമാണ് സ്നേഹമുള്ളവർ. വയനാട് ദുരന്തത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുമല്ലോ, അവർ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു, പുലർച്ചയിൽ എഴുന്നേറ്റപ്പോൾ അവരുമില്ല, ഗ്രാമവുമില്ല. അവിചാരിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളാണ്. പക്ഷേ ചില രോഗങ്ങൾ ബാധിച്ചവർക്കെങ്കിലും ചില ശിക്ഷകൾക്ക് വിധിക്കപ്പെട്ടവർക്കെങ്കിലും ഈ മുൻനിർണയം കിട്ടാറുണ്ട്, ഇന്ന ദിവസം മരിക്കും. യേശുവിനതുണ്ട്. യേശുവിനെ പറ്റിയുള്ള പഠനങ്ങളിൽ പറയുന്നത് ബാല്യകാലം മുതലേ ഒരു മരണഭയം കർത്താവിനെ അലട്ടിയിരുന്നു എന്ന് പറയുമ്പം അതൊരിക്കലും യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ വികലതയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് കടന്നുപോയ ആന്തരിക നൊമ്പരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പള്ളികളിലൊക്കെ ഇരിക്കുന്ന ഒരു മാതാവിൻ്റെയും കുഞ്ഞിൻ്റെ ഒരു ഐക്കൺ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മാതാവ് കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് മാർവോട് ചേർത്ത് അടക്കി വെച്ചിരിക്കുന്ന ഒരു ഐക്കൺ ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ 2 ഭാഗത്ത് 2 മാലാഖമാർ, ഒരാളൊരു കുന്തം പിടിച്ചുകൊണ്ടും ഒരാളൊരു കുരിശ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ മാതാവ് ചേർത്ത് പിടിച്ചിരിക്കുന്ന യേശുക്രിസ്തു എന്ന കുഞ്ഞ് ബാലൻ്റെ കാലിലെ ഒരു ചെരുപ്പ് പൊട്ടിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്തരം ഒരു മാതാവിൻ്റെ ചിത്രമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനൊരു പശ്ചാത്തലമുണ്ട് സ്നേഹമുള്ളവരെ. ബാലനായി യേശുതമ്പുരാൻ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്ന സമയത്ത് 2 ദൂതന്മാർ വന്ന് ഒരു കുരിശും കുന്തവും കാട്ടി ഈ കുഞ്ഞിനെ ഇങ്ങനെ ദർശനം കൊടുക്കുന്നതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇത് കണ്ട് ഭയന്ന് ബാലനായ യേശു ഓടി അമ്മയുടെ അടുക്കലേക്ക് ഓടുന്നുണ്ട്. ഓടി വന്ന് മാതാവിനെ കണ്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം. ആ ഓട്ടത്തിൽ ഈ കുഞ്ഞിൻ്റെ കാലിൻ്റെ കുഞ്ഞു ചെരുപ്പ് പൊട്ടിപ്പോകുന്നുണ്ട്. കുഞ്ഞുനാൾ മുതൽ കാൽവറയിൽ സംഭവിക്കുന്ന രക്തം വാർന്നൊഴുകുന്ന ഒരു മരണം ദൈവപുത്രനായി യേശുവിൻ്റെ ഹൃദയത്തിൽ പിതാവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടാര പെരുന്നാൾ കഴിഞ്ഞ ഒരു സമയമാണല്ലോ, ഇല്ലേ? മോശയും ഏലിയാവും അഗ്നിമേഘത്തിൽ നിന്നുകൊണ്ട് യേശുവിനോട് എന്ത് സംസാരിച്ചു എന്നാണ് നമ്മൾ വായിച്ചേ. യെരുശലേമിൽ സംഭവിക്കാനിരിക്കുന്ന നൊമ്പരങ്ങളെപ്പറ്റി അവർ സംസാരിക്കുന്ന മേഘത്തിൽ നിന്നുകൊണ്ട്. ഈ മരണത്തെ പറ്റിയുള്ള ആത്മഭാരം നിറഞ്ഞ് മലയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് യേശു ഈ വചനം പറയുന്നത്. അവർ വിശുദ്ധരാകാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആകെയുള്ള സത്ത ഇതാണ് പ്രിയമുള്ളവരെ. അവസാനത്തെ തിരുവത്താഴം കഴിഞ്ഞ് ശിഷ്യന്മാരുടെ കാല് കഴുകി കഴിഞ്ഞ് യേശു ഒരു വചനം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ പരസ്പരം സ്നേഹിക്കണം. സ്നേഹവും വിശുദ്ധിയും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക സത്തയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിർഗളിക്കുന്ന ഒഴുകുന്ന ഒരു സമയമാണ് തിരുവത്താഴവും തിരുവത്താഴത്തിന് ശേഷമുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയും. വേദപുസ്തകത്തിൻ്റെ സ്വപ്നമാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്. വേദപുസ്തകം കണ്ട സ്വപ്നമാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരുവിൻ. സുവിശേഷങ്ങളിൽ അങ്ങും ഇങ്ങും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവസാനം യേശു നടത്തിയ രഹസ്യ പ്രാർത്ഥനയിൽ ഈ വചനം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാവും. ആരാണ് സ്നേഹമുള്ളവരെ ഈ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളൊക്കെ ക്രൈസ്തവരായതുകൊണ്ട് ജനിച്ച നാൾ മുതൽ പള്ളിയിലും സൺഡേ സ്കൂളിലും നമ്മൾ കേട്ട് പരിചയിച്ചൊരു പദവും ജീവിതവുമാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. നമുക്കതിനെപ്പറ്റി നേരായ ധാരണയെക്കാട്ടും തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നത് കഠിനമായ വ്രതങ്ങളിൽ വിരക്തി ജീവിതത്തിൽ കൂടെ കടന്ന് ശരീരം ക്ഷീണിച്ച് വയറൊട്ടി പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണോ വിശുദ്ധരെന്ന്. അങ്ങനെ വിശുദ്ധന്മാർക്കൊരു ചിത്രമുണ്ടെങ്കിലും അത് വിശുദ്ധിയുടെ മാനദണ്ഡമാണെന്ന് നമ്മൾ വെറുതെ ധരിച്ചിട്ടുണ്ട്. അത്തരം പശ്ചാത്തലത്തിലാണ് യേശു ക്രിസ്തു സുവിശേഷങ്ങളിൽ പറയുന്നത് മനുഷ്യപുത്രൻ തിന്നുന്നവനും കുടിക്കുന്നവനുമായിട്ട് വന്നു. പിന്നെ വിശുദ്ധിയെ പറ്റിയുള്ള നമ്മുടെ ഒരു വ്യർത്ഥധാരണയാണ് വിശുദ്ധർ അത്ഭുതം ചെയ്യുന്നവരാണ്. നമ്മളങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്, വിശുദ്ധർ അത്ഭുതം മാത്രം ചെയ്യുന്നവരാണ്. അവിടെയും യേശു ഒരു മറുവചനം നമുക്ക് തരുന്നുണ്ട്. കുരിശേ കടക്കുമ്പം താഴെ നിൽക്കുന്നവർ പരിഹസിക്കുന്ന ഒരു പരിഹാസമുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ആ പരിഹാസ വചനത്തിനൊരു മറുപടിയായിട്ട് ഒരു അത്ഭുതവും ചെയ്യാതെ ന്യായാധിപൻ നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ തെളിയിച്ചു തരിക എന്ന് മുഖത്ത് നോക്കി പറയുമ്പം
അത്ഭുതങ്ങളുടെ യാതൊരു അടയാളങ്ങളും ഇല്ലാതെ മിണ്ടാതിരിക്കുന്ന യേശുവിൻ്റെ മൗനം കുരിശിലും തുടരുന്നുണ്ട്. അന്നേരം വിശുദ്ധൻ്റെ അടയാളം അത്ഭുതങ്ങളല്ല സ്നേഹമുള്ളവർ. പിന്നെ ആരാണ് വിശുദ്ധനെന്ന് പറയുന്നത്? 2 കഥകൾ പറയാം. 2 ചരിത്രത്തിൽ നടന്ന 2 സംഭവങ്ങൾ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫ്രാൻസിസ് അസീസി ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സൂഫി ആയിരുന്നു എന്നൊക്കെ അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി. അദ്ദേഹത്തിൻ്റെ പിതാവ് ബെർണാർഡോ ഭയങ്കര ധനവാനായ ഒരു മനുഷ്യനാണ്. ഈ വീട്ടിലെ ധനമെല്ലാം ഉപേക്ഷിച്ച് ഫ്രാൻസിസ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ജീവിതമുണ്ട്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു ജീവിതം. ഒരുപാട് മനുഷ്യർ ഫ്രാൻസിസിൻ്റെ പുറകെ കൂടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് പിതാവായ ബെർണാർഡോയ്ക്ക് ഭയങ്കര ദേഷ്യം കയറി. അസീസിയുടെ തെരുവിൽ ഫ്രാൻസിസ് നിൽക്കുന്നത് കണ്ട് അടുത്തു വന്ന് പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ വീട്ടിൽ വരണം, ഇതെല്ലാം ഉപേക്ഷിച്ച് വരണം, ഒരു യേശുവുമില്ല, ഒരു ദൈവവുമില്ല, എൻ്റെ കൂടെ വീട്ടിൽ വരണം. ഫ്രാൻസിസ് കേട്ടില്ല. അപ്പൻ പറഞ്ഞു, നിന്റെ തീരുമാനം ഉറച്ചതാണ്, അതെ, എനിക്കിനി വീട്ടിലേക്കൊരു മടക്കമില്ല. അന്നേരം ഈ ധനവാനായ പിതാവ് ഫ്രാൻസിസിനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ഇട്ടിരിക്കുന്ന ഈ കുപ്പായം എൻ്റെ ആണടാ നാണം കെട്ടവനെ എന്ന് ഫ്രാൻസിസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയതല്ലേ, നീ കർത്താവിന് വേണ്ടി പീഡന ഏൽക്കാൻ ഇറങ്ങി, നീ എല്ലാം ഉപേക്ഷിച്ചിറങ്ങി, പക്ഷെ നീ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം പോലും എൻ്റേതാണെന്ന് മകൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഫ്രാൻസിസ് ആ നിമിഷം ധരിച്ചിരുന്ന വസ്ത്രം മുഴുവൻ അപ്പാടെ അഴിച്ച് അപ്പന് കൊടുത്തു. ഇനി എനിക്ക് ഭൂമിയിൽ അപ്പനില്ല, സ്വർഗത്തിലാണ് അപ്പനുള്ളത്. അസീസിയുടെ തെരുവിൽ ജനങ്ങൾ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പരിപൂർണ നഗ്നനായി നിന്നുകൊണ്ട്, എനിക്കിനി ഭൂമിയിൽ അപ്പനില്ല, ആകാശങ്ങളിൽ ഇരിക്കുന്നതാണ് എൻ്റെ അപ്പനെന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യർക്കും ആ നഗ്നത കണ്ടപ്പോൾ ലജ്ജ തോന്നിയില്ല. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരങ്ങളിലുള്ള പരിശുദ്ധിയുടെ വെളിച്ചം നിറഞ്ഞ ശരീരവുമായി ഫ്രാൻസിസ് അത് പറയുമ്പം കാലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അളവില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് വിശുദ്ധൻ. വിശുദ്ധൻ്റെ ഒരു അടയാളം നമുക്ക് കാണിച്ചു തന്ന, സ്വർഗത്തിലിരിക്കുന്ന ദൈവം അതെൻ്റെ പിതാവാണെന്ന് പറഞ്ഞ് ആ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്ന മനസ്ഥിതിയുള്ള മനുഷ്യർക്ക് പറയുന്ന പേരാണ് വിശുദ്ധൻ. ഒരു സംഭവം കൂടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടെലിമാക്കസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. ടെലിമാക്കസ് നമുക്കറിയാം, 4, 5 അല്ലെങ്കിൽ 2, 3 നൂറ്റാണ്ടുകളിലൊക്കെ ഈ ലോക സമൂഹത്തിൻ്റെ ഒരു പ്രധാന വിനോദമെന്ന് പറയുന്നത് മനുഷ്യർ തമ്മിൽ അടിക്കുന്നത് കാണുകയും അവർ ചോര പൊടിയുന്നത് കാണുമ്പം അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വിനോദം ഈ കാലത്തൊരു സമയത്തുണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ രൂപപ്പെട്ടതാണ് ഈ കൊളോസിയങ്ങളൊക്കെ റോമൻ സാമ്രാജ്യത്തിൽ. ഗ്ലാഡിയേറ്റർ ഫൈറ്റുകളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മല്ലയുദ്ധന്മാർ പരസ്പര യുദ്ധം ചെയ്ത് മരിക്കുന്നത്. ടെലിമാക്കസ് ഒരിക്കൽ ഇങ്ങനെ തെരുവിൽ കൂടെ പോകുമ്പം ഭയങ്കര ജനങ്ങളുടെ ആരവം കേൾക്കുന്നു ഒരു കൊളോസിയത്തിൻ്റെ ഉള്ളിൽ. കൊളോസിയം എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയമാണ്. 50,000-ഓളം മനുഷ്യരിങ്ങനെ കൊളോസിയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്, സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അകത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ദുർബലനായ ഒരു പടയാളിയും ബലവാനായ ഒരു പടയാളിയും കൂടെ മല്ലയുദ്ധം നടത്തുന്നു. ഈ ബലവാനായവൻ ഈ ദുർബലനായവനെ അടിച്ചു കൊല്ലുന്നതും അവൻ്റെ ചോര ചീറ്റുന്നതും കണ്ട് 50,000-ത്തിലധികം വരുന്ന മനുഷ്യരെ കൈയടിക്കുന്ന ഒരു രംഗമാണ്. പട്ടാളത്തിൻ്റെ ചക്രവർത്തിയുടെ അനുവാദത്തോടെ നടക്കുന്ന ഒരു രംഗമാണ്. ഇത് കണ്ടിട്ട് ഉള്ളുപൊട്ടി ഈ മനുഷ്യൻ ആരവാരങ്ങൾക്കിടയിൽ കൂടെ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് അതിൻ്റെ മധ്യത്തിലേക്ക് വന്ന്, അരുത് അരുത്, ഉള്ള മനുഷ്യർ തമ്മിൽ അടിച്ചു കൊല്ലരുത്, മനുഷ്യൻ്റെ വേദനകളോട് കരുണയുണ്ടാകണം, ദൈവത്തിൻ്റെ കരുണയെ നിന്ദിക്കരുതെന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്നു. പരസ്പരം അടിക്കുന്ന 2 പേരെ പിടിച്ചു മാറ്റി. എന്നാൽ വിനോദപരമായി ഈ യുദ്ധം അവസാനിച്ചത് കണ്ട് രോക്ഷാകുലരായ മനുഷ്യർ ഈ ടെലിമാക്കസ് എന്ന് പറയുന്ന സന്യാസിയെ ഈ കൊളോസിയത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ വാളുകൊണ്ട് കുത്തുകയും കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്തു. ഒരു ക്രൈസ്തവ സന്യാസി ഗ്ലാഡിയേറ്റർ യുദ്ധം നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ മധ്യഭാഗത്ത് ചോര വാർന്ന് ജനങ്ങളാൽ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പം റോമാ നഗരം ശരിക്കും ഞെട്ടിവിറച്ചു. ഹൊണോറിയസ് എന്ന് പറയുന്ന അന്നത്തെ ചക്രവർത്തിക്ക് ഇത് ഭയങ്കര നൊമ്പരമുണ്ടാക്കി. ആ മനുഷ്യൻ ഗ്ലാഡിയേറ്റർ ഫൈറ്റുകൾ എന്നേക്കുമായിട്ട് നിർത്തി ഒരു തീരുമാനമെടുത്തു, മനുഷ്യൻ്റെ വേദനകളെ ആദരിക്കാൻ പഠിക്കണം. അളവില്ലാതെ മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ്
വിശുദ്ധർ. സ്നേഹത്തിൻ്റെ ഒരു അളവുകോല് മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. ഖലീൽ ജിബ്രാൻ പ്രവാചകൻ, പ്രൊഫറ്റ് എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിൽ പറയുന്നുണ്ടല്ലോ, സ്നേഹം നിങ്ങളെ പൊതിയുവാൻ വേണ്ടി പിടിച്ചാൽ നിങ്ങൾ നിന്നു കൊടുക്കണം. ആ സ്നേഹത്തിൻ്റെ ചിറകിൻ്റെ തൂവലുകൾക്കിടയിൽ അവൻ വാളൊളിപ്പിച്ചിട്ടുണ്ടാവും, അത് നിങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവും, എങ്കിലും നിങ്ങൾ നിന്നു കൊടുക്കണമെന്ന് പറയുന്നു. കാരണം സ്നേഹിക്കുന്ന മനുഷ്യർ മാത്രമേ ഇന്നയോളം ഈ ലോകത്ത് വേദനിച്ചിട്ടുള്ളൂ. കുടുംബത്തെ സ്നേഹിക്കുന്നവർ, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, എന്ത് വേദന നേരിട്ടാലും ഞാൻ എൻ്റെ സ്നേഹം അവസാനിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് വീണ്ടും സ്നേഹിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് വിശുദ്ധൻ. പാഷൻ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ. എത്ര ചോര പൊടിഞ്ഞാലും എത്ര നൊമ്പരങ്ങൾ അനുഭവിച്ചാലും സ്നേഹത്തിൽ നിന്ന് പിന്മാറാത്ത മനോഭാവത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഈ പാഷൻ എന്ന് പറയുന്ന പദം. യേശുതമ്പുരാൻ മരണത്തിന് മുൻപ് പിതാവിനോട് നടത്തുന്ന ആ പ്രാർത്ഥന, പിതാവേ, അവർ വിശുദ്ധരാകാൻ ഞാൻ എന്നെ തന്നെ ആരാണ് ഈ അവർ എന്ന് പറയുന്ന? ആരെപ്പറ്റിയാണ് ഈ മൂന്നാം ബഹുവചനം ഉപയോഗിച്ച് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്? കൂടെ ഇരിക്കുന്ന മല കയറി വന്ന ഉറക്കം തൂങ്ങിയിരിക്കുന്ന 3 ശിഷ്യന്മാരെ കുറിച്ചാണ്. മലയുടെ താഴ്വാരത്തിൽ വീണ്ടും അലസതയോടിരിക്കുന്ന ബാക്കി ശിഷ്യന്മാരെ ഓർത്തിട്ടാണ്? ഒരിക്കലുമല്ല. ആ ശിഷ്യന്മാർ ഉൾപ്പെടെ ഇന്ന് ഈ 2024 വർഷം ഈ വെയിലത്ത് വെരിക്കോസ് വെയിൻ വന്ന തിണർത്ത് കിടന്ന കാലുമായി മുട്ടുവേദനയുമായി വേച്ച് ഈ പള്ളിക്കകത്ത് ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേണ്ടി കടന്നു വന്ന നിങ്ങളുൾപ്പെടെ നമ്മളെല്ലാം 2000 വർഷം മുമ്പിലത്തെ യേശുവിൻ്റെ രഹസ്യ പ്രാർത്ഥനയിലുണ്ട് പ്രിയമുള്ളവരെ. അവർ വിശുദ്ധരാകണം. ആര് വിശുദ്ധരാകണം? നമ്മൾ വിശുദ്ധരാകണം. ക്രൈസ്തവനെ പറ്റി ഒരു സിനോണിം, മറ്റൊരു പദം വേറെ പറയണമെന്ന് പറഞ്ഞാൽ വിശുദ്ധൻ എന്നൊരു പദമേ ഉണ്ടായിരുന്നുള്ളൂ. വിശുദ്ധനാണ്. പള്ളിയിൽ പോകുന്നവനും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവനും വിശുദ്ധനാണ്. അതിനപ്പുറം ഒരു അലങ്കാര നാമം, ഒരു ശ്രേഷ്ഠനാമം ഈ മനുഷ്യർക്ക് കൊടുക്കാനില്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് എത്ര നാമങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് കീഴേ പ്രിയമുള്ളവർ നമ്മൾ ജീവിക്കുന്നത്? വെറുതെ ചിന്തിച്ചാൽ മതി. മലങ്കര നസ്രാണി, മാർത്തോമൻ ക്രിസ്ത്യാനി, ഇല്ലേ? മാർത്തോമാ ശ്ലീഹ നേരിട്ട് വന്ന് സ്നാനപ്പെടുത്തിയ കുടുംബത്തിലെ ഇളം തലമുറക്കാരൻ, 8ാം നൂറ്റാണ്ടിൽ മാത്രം വന്ന ബ്രാഹ്മണരെ ഉദ്ധരിച്ചുകൊണ്ട് 1ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹ സ്നാനപ്പെടുത്തിയ ബ്രാഹ്മണർ, ചരിത്ര വസ്തുതകൾ പോലും പഠിക്കാതെ ഇന്നും പറയും എൻ്റെ പൂർവികർ ബ്രാഹ്മണരായിരുന്നു. നസ്രാണി പൈതൃകം, നസ്രാണി പൗരുഷം എല്ലാം നല്ലതാണ്. സാമുദായിക അടയാളങ്ങളും നാമങ്ങളുമാണ്, നല്ലതാണ്. പക്ഷേ ഈ വ്യർത്ഥമായ നെറ്റിപ്പട്ടങ്ങൾക്ക് കീഴിൽ വിശുദ്ധൻ എന്നൊരു പേര് നമുക്കുണ്ട് പ്രിയമുള്ളവരെ. പള്ളി പ്രാർത്ഥിക്കാൻ വരുന്ന നീ വിശുദ്ധനാണ്, വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടവനാണ്. അളവില്ലാതെ കുടുംബത്തെ സ്നേഹിക്കുകയും അളവില്ലാതെ കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്ത് മുറിവേറ്റ് രക്തം വാർന്നൊലിക്കുന്ന വിശുദ്ധർ ഈ സഭയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശുദ്ധരാണ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരുമല തിരുമേനിയുടെ പേര് പറയും, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ പേര് പറയും, പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് കോതമംഗലത്തെ ബാവായുടെ പേരും പറയും. ഇത്രയുള്ള വിശുദ്ധർ നമുക്ക്. ഓരോ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ പലപ്പോഴും നമുക്ക് പരിചയമുള്ള വീട്ടിലെ ഒരു അമ്മയെ ഓർക്കാറുണ്ട്. ഒരു പ്രായമുള്ള അമ്മച്ചിയാണ്. ചെറുപ്പകാലത്ത് അപ്പനും അമ്മയും നഷ്ടപ്പെട്ടിട്ട് കെട്ടിക്കൊണ്ട് കയറി വന്ന വീട്ടിൽ സഹോദരങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. സ്വന്തം സഹോദരങ്ങളെ വളർത്തി 14 വയസ്സ് മുതൽ എല്ലാ മനുഷ്യർക്കും അമ്മയായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. വെളുപ്പിന് എഴുന്നേക്കും, 4 മണിക്ക് എഴുന്നേക്കും, അപ്പച്ചനെ വിളിക്കും, പ്രാർത്ഥിക്കാനിരിക്കും. അത് കഴിഞ്ഞ് അടുക്കളയിൽ കയറുന്ന കയറ്റം 11 മണി വരെ അടുക്കളയിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് ഞാൻ പറയുന്നതിൻ്റെ തീവ്രത അതേ അളവിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പം 11 മണി, ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കുമ്പം 3 മണി, രാത്രിയിലെ ആഹാരം എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ 11 മണിക്ക്. ഒരു കാലഘട്ടത്തെ വീടിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അതല്ല, 11 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ ഈ അമ്മ പാത്രങ്ങളെല്ലാം മോറി വെച്ച് അടുക്കളയിലെ ലൈറ്റ് അണച്ച് തിരിച്ചു വന്നിരുന്ന് വീണ്ടും പാട്ടുപാടി വേദോസ്തവം വായിക്കുന്നതിൻ്റെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ആ പാട്ടുപാടൽ 11:30 തുടങ്ങുന്നത് 12 മണിയോളം പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. ദിവസവും വിശ്രമമില്ലാതെ അവധിയില്ലാതെ
അമ്മമാരിങ്ങനെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ യന്ത്രങ്ങൾ കണക്ക് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം കഫക്കെട്ട് നെഞ്ചിലടിഞ്ഞ് ന്യൂമോണിയ വന്ന് കൂടി ഒട്ടും വയ്യാതെ സുപ്രഭാതത്തിൽ നിലത്ത് വീണപ്പോഴാണ് ഈ അമ്മ എല്ലാവരും കൂടി എടുത്തുകൊണ്ട് പോകുന്നത്. ഈ അമ്മയെടുത്ത് ആംബുലൻസിലേക്ക് ആശുപത്രി കൊണ്ടുപോകാൻ കയറ്റുമ്പോഴും അബോധാവസ്ഥയെ പറയുന്നുണ്ട്, മക്കൾ 4 മണിക്ക് വരും, അവർക്കൊന്നും ഉണ്ടാക്കിയില്ല, നാളെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കണം. 2 മാസം കഴിഞ്ഞ് അമ്മ കടന്നുപോയി. ആ അമ്മയുടെ ശൂന്യതയിലാണ് ഇന്നും അമ്മ എന്തായിരുന്നു എന്ന് അക്കമിട്ട് ആ മക്കൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എത്ര വിശുദ്ധർ നമുക്കിടയിലുണ്ട് സ്നേഹമുള്ളവരെ. വിശുദ്ധരുടെ കാര്യത്തിൽ നിരാശപ്പെടേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വിശുദ്ധരുണ്ട്. കാണാൻ പറ്റാതെ, അലങ്കാരങ്ങളില്ലാതെ, പൊതുവേദികളിൽ മുന്നിലേക്ക് വരാതെ, സോഷ്യൽ മീഡിയകളിൽ ഫോട്ടോ ഇടാതെ, ഒളിച്ചിരുന്ന് അവൻ വളരണം ഞാനോ കുറയണമെന്ന യോഹന്നാൻ്റെ മനസ്സോടെ ജീവിക്കുന്ന വിശുദ്ധർ ഈ സഭയിലുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. എന്നാലും ഈ പ്രഭാതത്തിൽ വെറുതെ നമുക്ക് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ആ വചനം പറഞ്ഞതാണ്. യേശു മരണത്തിന് മുൻപ് ആത്മനൊമ്പരത്തിൽ പറയുന്ന ഒരു വചനമാണ്, അവർ വിശുദ്ധരാകണം. സ്നേഹമുള്ളവരെ, മരിക്കുന്നതിന് മുൻപ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മരണങ്ങളൊക്കെ വീട്ടിൽ നടന്നിരുന്ന ഒരു കാലമുണ്ടല്ലോ. മരണങ്ങൾ വീട്ടിൽ നടന്നിരുന്നൊരു കാലമുണ്ട്. അപ്പൻ മരിക്കാറായി കിടക്കുമ്പോൾ, അമ്മ മരിക്കാറായി കിടക്കുമ്പോൾ മക്കളൊക്കെ ചുറ്റും വന്ന് നിൽക്കും, പ്രാർത്ഥന ഉരുവിടും, സങ്കീർത്തനങ്ങൾ പാടിക്കൊടുക്കും. അവസാനം ഈ അപ്പൻ പറയുന്ന വാക്ക് ഏറ്റവും പ്രധാനമായിരിക്കും. 90 വയസ്സല്ല 80 വയസ്സുള്ള ആ ജീവിതത്തിൻ്റെ ആകെ സത്ത ആ വചനത്തിൽ കാണും. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ കോട്ടയത്ത് മോഹൻദാസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു ചിത്രകാരനുണ്ട്. ഞാൻ വളരെ ഒരു കൗതുകത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഇടയ്ക്ക് പോകും. അദ്ദേഹം ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രരചന പഠിക്കാൻ ഒരുപാട് കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ വന്നിരിപ്പുണ്ട്. അവരിൽ ഒരാളായിട്ട് വെറുതെ ഇങ്ങനെ വന്നിരിക്കും, വരയ്ക്കുന്നത് കാണാനും ഒക്കെ. നല്ലൊരു ചിത്രകാരനാണ്. അങ്ങനെ ഇരിക്കെ ഒരു ഡോക്ടർ, അത് എറണാകുളത്തെ ഏതോ ഒരു ആശുപത്രിയിൽ നിന്നാണ്, അദ്ദേഹം ഒരു കുഞ്ഞ് കടലാസിൽ ഒരു കൊച്ചുകുട്ടി വരച്ച ഒരു ചിത്രം കൊണ്ടുവന്ന് ഈ ആർട്ടിസ്റ്റിന് കൊടുത്ത്, സാർ ഇതൊന്ന് നോക്കണം, ഒരു കുഞ്ഞ് വരച്ചാണ്, ഇത് നോക്കിയിട്ട് ഇതാര് വരച്ച് എങ്ങനെ വരച്ചെന്ന് ഞാൻ പറയാം. സാർ അത് നോക്കി അടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് കാണാൻ പറ്റിയ ചിത്രം എന്താണെന്നൊരു വീവിങ് ബേർഡിൻ്റെ, നമ്മൾ ഈ ആറ്റക്കുരുവി എന്നൊക്കെ പറയുന്നൊരു പക്ഷിയുണ്ടല്ലോ, നല്ല മനോഹരമായിട്ട് കൂടുണ്ടാക്കുന്നൊരു പക്ഷിയുണ്ടല്ലോ, തുന്നി 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 ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു വാതിലൊക്കെ ഉള്ള ഒരു മനോഹരമായ കൂടുണ്ടാക്കുന്ന പക്ഷിയാണ് ഈ വീവിങ് ബേർഡ് എന്ന് പറയുന്നത്, ആറ്റക്കുരുവി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു വീവിങ് ബേർഡ് അതിൻ്റെ കിളിക്കൂട്ടിൽ പറന്ന് നിന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ കുഞ്ഞ് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് കൊക്കിൽ തീറ്റ വെച്ച് കൊടുക്കുന്ന ഒരു ചിത്രമാണ്. ഒരു കുഞ്ഞ് വരച്ചതാണ്. സാറ് പറഞ്ഞു, കൊള്ളാം, ഇത് ആരാ വരച്ചത് പറ. ഡോക്ടർ പറഞ്ഞു, ബ്ലഡ് ക്യാൻസർ വന്ന് ഏറ്റവും മൂർധന്യാവസ്ഥയിലായിരിക്കുന്ന 12 വയസ്സുള്ളൊരു കുഞ്ഞ് അതിൻ്റെ ചികിത്സയുടെ അവസാന ഭാഗത്ത് കൈയുടെ ചലനം പോലും അവസാനിക്കുന്നതിന് മുൻപ് വരച്ച് എനിക്ക് തന്നതാ സാറേന്ന് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ വീട്ടിൽ ചെന്നാലും കാണാൻ പറ്റും, അവൻ്റെ പൊക്കത്തിൽ ഭിത്തിയിൽ ഇങ്ങനെ പെൻസിലും കൊണ്ട് കോറിയിട്ടിരിക്കുന്നതെല്ലാം തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ചിത്രങ്ങളാണ്. 12 വർഷം ഈ ഭൂമി ജീവിച്ചൊരു കുഞ്ഞിൻ്റെ മനസ്സിലെ ഓർമ്മ, അമ്മ സ്നേഹത്തെ പറ്റിയുള്ള ഓർമ്മ, മരിക്കുന്നു എന്നറിയുന്നതിന് മുൻപ് ലോകത്തോട് പറയുന്നത് ഈ അമ്മ സ്നേഹത്തെ പറ്റിയാണ്. 33.5 വർഷക്കാലം അനുഭവിക്കാവുന്ന നൊമ്പരങ്ങളെല്ലാം അനുഭവിച്ച്, കേൾക്കാവുന്ന പഴികളെല്ലാം കേട്ട് ചോര വാർന്ന് ചാകുന്നതിൻ്റെ തലേ രാത്രി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അവർ വരുന്ന തലമുറ, ലോകാവസാനത്തോളം എൻ്റെ പിന്നാലെ വരുന്നവർ, ഈ പന്തലിനുള്ളിലിരിക്കുന്നവർ, അവർ വിശുദ്ധരാകാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു.